ഇതാണ് ഹോർലിക്സ് പൊടി. ഇതാ ഇങ്ങനെ എടുക്കുക. ശരിക്കും ഹോർലിക്സ്. അപ്പോൾ ഈ ഹോർലിക്സിൻ്റെ പൊടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയണമെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ പുഷ്പം ഉണ്ടാക്കുന്നതാണ്. സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കമാൺ. ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഹോർലിക്സാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീക്കണോ, കുട്ടികൾക്കായിക്കോട്ടെ, ഇപ്പോൾ ഒരു വയസ്സായ പ്രായമായ ആൾക്കാർ വയ്യാതെ എന്തെങ്കിലുമൊക്കെ കിടക്കണമെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കലക്കി കൊടുക്കുന്നത് ഹോർലിക്സ് ആയിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിൽ അത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനും പറ്റും, ഇഷ്ടത്തിലധികം കലക്കി കഴിക്കാനും പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ തയ്യാറിക്കുന്നത് എന്തൊക്കെ സാധനങ്ങൾ എടുക്കണമെന്നൊന്ന് പരിചയപ്പെടുത്തിയല്ലോ. ഗോതമ്പ് മാവ്, നിലക്കടല, ബദാം, പഞ്ചസാര, കൊക്കോ പൗഡർ, പാൽപ്പൊടി. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഹോർലിക്സ് തയ്യാറാക്കാൻ പോണത്. നമുക്കിനി അടുത്തത് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് വറുത്തെടുക്കേണ്ടതാണ് ഗോതമ്പ് മാവ്. അതായത് നിലക്കടല എന്ന് പറയും, കപ്പലണ്ടി എന്ന് പറയും. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കണം. ഫസ്റ്റ് നമുക്ക് ഗോതമ്പ് മാവപ്പൊടി എത്ര എടുക്കണം, എങ്ങനെ ചൂടാക്കണം എന്ന് കാണിച്ചു തരാം. ഈ കപ്പ്, ഇങ്ങനത്തെ കപ്പുകളില്ലാന്ന് വെച്ചിട്ടുണ്ട് വെച്ചാൽ നമ്മൾക്ക് ഗ്ലാസ്സുകളിലെടുക്കുക, വേറെ കപ്പുകളിലെടുക്കുക, അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഈ കപ്പിലിപ്പോൾ ഞാൻ 1 കപ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇത് ഗോതമ്പ് മാവ് നമ്മൾ പൊടിച്ചതാണ്, കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും നമുക്ക് ഉപയോഗിക്കാം. നല്ല ചലിച്ചെടുത്തതാണ്. നമ്മൾ കറക്റ്റ് അളവ് നോക്കി എടുക്കണം. ഇതാ 1 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് ലേറ്റായിട്ട് ചൂടാക്കി എടുക്കണം. അത് ചൂടാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വെച്ച് കൊടുക്കാം. ഒരു ലേറ്റായിട്ട്, അതായത് ഇത്തിരി ചൂടായി കഴിഞ്ഞാൽ ഗ്യാസ് കമ്മിയിലാക്കിയിട്ട് ലേറ്റായിട്ടേ ചൂടാക്കാൻ പാടുള്ളൂ. കളറ് ഒരുപാട് മാറാൻ പാടില്ല, ഒരു ലേറ്റ് ചൂടേ പാടുള്ളൂ. തീ കമ്മിയിൽ വെച്ച് ഇതിൻ്റെ പച്ച മണമൊക്കെ പോയി ഇതിങ്ങനെ ഓടിക്കളിക്കും. അമ്മാതിരി ആയിരിക്കണം ഇതങ്ങനെ. അത് നമ്മൾ അരിപ്പൊടി പോലെ ഇങ്ങനെ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക. അത്രേ ആവണം. പച്ചമണം നന്നായി പോകണം, എന്നാൽ കരിയാനും പാടില്ല. അങ്ങനെ ആയിരിക്കണം. ഗോതമ്പ് മാവ് പൊടി വറുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഗോതമ്പ് മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാറട്ടെ. വെക്കുമ്പോഴും ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു ഭാഗം കളറ് വരും, ഒരു ഭാഗം കളറ് വരില്ല. അപ്പം അങ്ങനെ നമ്മുടെ ഇതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 1/2 കപ്പ് ബദാം ഒന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബദാം നല്ലപോലെ ചൂടായിട്ടുണ്ട്, നമുക്ക് കൊട്ടിക്കൊടുക്കാം. ആയിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് കപ്പലണ്ടിയാണ്, അതായത് 1/4 കപ്പ്. അപ്പോൾ നമ്മുടെ നിലക്കടല നല്ലപോലെ പൊട്ടി വരുന്നുണ്ട്, ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ അതങ്ങനെ രണ്ടും നമ്മുടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ നിലക്കടലയൊന്ന് നല്ലപോലെ ചൂടാറട്ടെ, അതിൻ്റെ തൊലിയൊന്ന് കളയണം. അത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പൊടിക്കുന്ന ഒരു ജാർ എടുക്കുക. ഇതേപോലെ ഒരു ജാർ എടുത്തതിന് ശേഷം ഇത് രണ്ടും ഒപ്പം കൊട്ടി പൊടിച്ചോളൂ. ബദാം ഞാൻ കൊട്ടി കൊടുക്കുന്നുണ്ട്. ബദാമിൻ്റെ തൊലി കളയണ്ട, അതായത് കടലിൻ്റെ തൊലി കളയണം. രണ്ടും കൂടി കൊട്ടിക്കൊടുത്തിട്ട് അസലായിട്ട് നമുക്കൊന്ന് നല്ല പട്ട് പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബദാമും നിലക്കടലയും നല്ലപോലെ പൊടിച്ചിട്ടുണ്ട്. പൊടിക്കുക പറഞ്ഞാൽ നല്ല ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയിലിട്ടൊന്ന് പൊടിക്കണം. എന്നാലും ഞാൻ ഒന്ന് പൊടിച്ചതാണ്, നോക്കിക്കോളൂ. ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് എന്താണ്, പഞ്ചസാര നമ്മുടെ ഗോതമ്പ് മാവും കൊട്ടിയിട്ട് ഒന്ന് നല്ലപോലെ ഇത് കൊട്ടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഫസ്റ്റ് നമുക്ക് ഗോതമ്പ് മാവ് കൊട്ടിക്കൊടുക്കാം. ഗോതമ്പ് കൊട്ടിക്കഴിഞ്ഞ് ഇതിലേക്ക് ഇനി നമ്മൾക്ക് പഞ്ചസാര നന്നായി പൊടിച്ചത് 1/2 കപ്പ് ഇട്ട് കൊടുക്കുക. പഞ്ചസാര നന്നായി പൊടിച്ചതാണ്. ഇനി നമുക്ക് ഇത് കൊട്ടിക്കൊടുക്കാം. അതിൽ നന്നായി നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലപോലെ പൊടിച്ചിട്ടുണ്ട്. നമുക്കിനി ചലിച്ചെടുക്കാം. ചലിച്ചെടുക്കുമ്പോൾ നമുക്കിതിൽ കൊട്ടിക്കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടി 1 കപ്പ് പാൽപ്പൊടി. അളവ് കറക്റ്റായിരിക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ.
ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇതിൽ ബാലൻസ് വന്ന് തരിയുണ്ട്, നമുക്ക് അതിനെ ഒന്നും കൂടി പൊടിച്ചെടുക്കാം. ഒരു 2-3 പ്രാവശ്യമെങ്കിലും നല്ല പോലെ അരിച്ചെടുക്കണം. ഞാൻ ഇപ്പോൾ ഇതിൽ കൊട്ടിക്കൊടുക്കുന്നുണ്ട്. മൂന്നാല് മറി ചലിച്ചെടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നല്ല മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ കൈ കൊണ്ടാക്കി ആവില്ല. അപ്പം ഇങ്ങനെ ചലിക്കണമെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്കായി കിട്ടും. അങ്ങനെ പോലെ നല്ല പോലെ ഒരു 2-3-4 അതായത് 2-3-4 പ്രാവശ്യം നല്ല പോലെ അങ്ങോട്ട് അരിച്ചെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കൈ കൊണ്ട് മിക്സാക്കി ഒരിക്കലും ഇത് മിക്സ് ആകില്ല. അതിൽ ലേശം നമുക്ക് പൊടിച്ചിട്ട് തരി വരികയാണെന്ന് വെച്ചാൽ അതൊക്കെ മാറ്റി കളഞ്ഞോളൂ. ഒരു 3 മറി 2 മറി ചലിക്കുമ്പോഴേ നമുക്ക് തരി കിട്ടുള്ളൂ. അത് അല്ലെങ്കിൽ പിന്നെ കിട്ടില്ല. അത് വരയ്ക്കും നമുക്ക് ചലിച്ചിട്ട് ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കണം. ഇതാ പട്ടുപോലെ ഇതാ നല്ല നൈസിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ വേണ്ടത്? പാലൊന്ന് അടുപ്പത്ത് വെച്ച് നല്ലൊരു കോർലിക്സ് ഉണ്ടാക്കിയിട്ട് ബാബുവിനെ വിളിച്ച് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ബാബു, നമുക്ക് കോർലിക്സ് ഉണ്ടാക്കി കുടിക്കാം. നമ്മൾ ഉണ്ടാക്കിയ പൊടി കൊണ്ട് ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ആക്കണോ? പാലൊക്കെ തിളപ്പിച്ചു. പാല് നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഹോർലിക്സ് പൊടി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അതിനെ ഹോർലിക്സ് കലക്കിക്കൊണ്ടിരിക്കുകയാണ്. പാല് 2 ഗ്ലാസ്സിൽ ഒഴിക്കുക. മതി, അടിപൊളി, ഗംഭീരം. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര ഇടുവോ? പഞ്ചസാര ആവശ്യത്തിന്. നിനക്ക് എത്ര ഇടണം? എനിക്ക് കുറച്ച് മതി. പഞ്ചസാര മധുരം അനുസരിച്ചിട്ടോളൂ. ഇനി നമുക്ക് കോർലിക്സ് ആണ്. നമ്മുടെ ഈ കോർലിക്സ് പറയുമ്പോൾ 1 ടേബിൾ സ്പൂണേ ഇടാവുള്ളൂ കേട്ടോ. അതാ 1 ഗ്ലാസ്സിന് 1 ടേബിൾ സ്പൂൺ. അടിപൊളി. നിറയെ ഉണ്ട് വരണം കൊണ്ട് ഇടണ്ട. 1 സ്പൂൺ കലക്കി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക അല്ലേ? അടിപൊളിയായിട്ട് ഇങ്ങനെ ഇളക്കുക. അപ്പം അങ്ങനെ കളറ് പോയിട്ട് അടിപൊളി ഹോർലിക്സ് കളറാവും. എങ്ങനെയുണ്ട് കളറ്? ഇങ്ങനെ കളറാവും അടിപൊളിയായിട്ട്. 2 ഇളക്കി വിടാം. അപ്പ വേണ്ട പക്ക ഹോർലിക്സ് അതിലെ പുഷ്പമ്മ അടിപൊളി. അങ്ങനെ നമ്മുടെ ഹോർലിക്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് കുടിക്കണം എന്നുള്ളതാണ് അടുത്ത ചടങ്ങിലെ പുഷ്പമ്മ. ഹോർലിക്സ് ആയതുകൊണ്ട് പുഷ്പമ്മയും ഗ്ലാസ്സിൽ കലക്കണം പറഞ്ഞു. എന്താ വെച്ചാൽ പുഷ്പമ്മ ഹോർലിക്സ് അല്ലേ പിടിക്കുക പുഷ്പമ്മ. ഒരു ചീസ് അടിക്കുക, നിലത്ത് വെക്കണ്ട കേട്ടോ. ചീസ് അടിച്ച് അപ്പം കുടിക്കണം. ഓക്കെ. ഹോർലിക്സ് പറഞ്ഞാൽ ഇതാണ് ഹോർലിക്സ്, പുഷ്പമ്മൻ്റെ ഹോർലിക്സ്. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ഹോർലിക്സിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല. കടയിൽ നിന്ന് കിട്ടുന്നത് നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനേക്കാൾ ഗംഭീര ടേസ്റ്റാണ് നമ്മുടെ പുഷ്പമ്മനെ ഉണ്ടാക്കിയത്. ഒരു വെറൈറ്റി ടേസ്റ്റ്, നല്ല മധുരം, നല്ല ഒരു അടിപൊളി ഹോർലിക്സ് വൈബ് കിട്ടുന്നുണ്ട്. എന്തായാലും സംഭവം കിടുക്കിയിട്ടുണ്ട്. ഹോർലിക്സ് അപ്പം എല്ലാവരും ഇതേപോലെ കുടിക്കുമ്പോ കുടിക്കാലോ. അടിപൊളി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കായിക്കോട്ടെ വീട്ടിലെല്ലാവർക്കും ഇതേപോലെ വെക്കേഷൻ സമയമാണ്, പിന്നെ ഒന്ന് നോമ്പ് സമയമാണ്. ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ആവശ്യത്തിൽ ഉള്ളപ്പോൾ ഒക്കെ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുടിക്കാം. അപ്പോൾ ഇതാണ് കിടക്കാച്ചി ഹോർലിക്സ്. പുഷ്പമ്മ, നമ്മൾ 2 ഗ്ലാസ്സിലുള്ള ഹോർലിക്സ് അല്ല ലോഡ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ എടുത്ത് വെക്കും നമ്മൾക്ക്? ഇതിപ്പോൾ നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ കാറ്റ് കിടക്കാത്ത പാത്രത്തിൽ, അതായത് ഇതിപ്പോൾ നമ്മൾ പുറത്തെടുത്ത് വെക്കുകയാണെങ്കിൽ, അതായത് വെളിയിൽ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന അവിടെ ഇത് വെക്കുകയാണെന്ന് വെച്ചാൽ ഒരു 6 മാസം ഇതിങ്ങനെ ഇരിക്കും. ഇല്ല നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്, നല്ല കാറ്റ് കിടക്കാത്ത പാത്രത്തിൽ മുട്ട മൂടി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏകദേശം 1 വർഷം വരയ്ക്കും ഇങ്ങനെ തന്നെ ഇരിക്കും, തുറക്കാണ്ട്. എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്, അല്ല പറയുക. നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഡെയിലി ഉണ്ടാക്കി ചിലപ്പോൾ 1 മാസം ഒന്നും നിൽക്കില്ല. ഒന്നുമില്ല, കുട്ടികളുള്ള അവിടെയൊക്കെ വേഗം കഴിച്ചു. കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഗഡ്കാച്ചി ഐറ്റമാണ്. അപ്പോൾ അവർ ഡെയിലി വെറുതെ കഴിക്കാനും സൂപ്പർ ആയിരിക്കില്ല ഇത്. കുട്ടികൾ എപ്പോഴും കഴിക്കണ പോയ കൈയിട്ട് കഴിക്കലും കുടിക്കലും ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ 1 മാസമല്ല 10 ദിവസം പോലും നിൽക്കില്ല. അത്രയ്ക്കും സൂപ്പർ സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് പുഷ്പമ്മനെ അറിയിക്കണം. അത്രയ്ക്ക് സൂപ്പർ സാധനമാണ്. ആരും മിസ് ചെയ്തത് വീട്ടിലെന്തായാലും ഉണ്ടാക്കി കുടിക്കേണ്ട ഐറ്റം തന്നെയാണ്. ഉണ്ടാക്കണം.
അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് റിപ്ലൈ തരിക. അപ്പോൾ എല്ലാവരും അതുപോലെ അടുത്തതുപോലെ കിടക്കാച്ചി വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും പാടി കിച്ചൻ്റെ ബൈ.